മമതയുടെ ലക്ഷ്യം പശ്ചിമ ബംഗാൾ പിടിക്കുക എന്നതിനപ്പുറം BJPയെ തൂത്തെറിയുക എന്നതാണ്. അതിനായി 18-ൽ 16 അടവും ഈ വർഷം മുതലേ പയറ്റി തുടങ്ങിയിരിക്കുകയാണ്. BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ലക്ഷ്യം വെക്കുന്നതിനുള്ള 215 സീറ്റ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്ന ആദ്യ ചുവടുവെപ്പിലാണ് മമത ഉള്ളത്. 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇപ്പോഴേ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. മമത തന്റെ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയ ആദ്യ ദൗത്യം സംസ്ഥാനത്തുടനീളമുള്ള വോട്ടർ പട്ടികയുടെ പരിശോധന നടത്തുക എന്നതാണ്. ബൂത്ത് തൊഴിലാളികൾ ഇത് ഉടൻ ആരംഭിക്കണം. ജില്ലാ പ്രസിഡന്റുമാർ പ്രക്രിയക്ക് മേൽനോട്ടം വഹിക്കുകയും 7 ദിവസത്തിനുള്ളിൽ ഫീഡ്ബാക്ക് നൽകുകയും വേണം. ഇതാണ് മമതയുടെ ഉത്തരവ്. തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും അനന്തരവനുമായ അഭിഷേക് ബാനർജിയുടെ വാക്കുകൾ പിന്തുടർന്ന് 2026-ലെ തിരഞ്ഞെടുപ്പിൽ 294-ൽ 215 സീറ്റുകളെങ്കിലും നേടുക എന്നതാണ് മമതയുടെ ലക്ഷ്യം. 2021-ലെ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 214 സീറ്റുകൾ നേടിയിരുന്നു. TMC നേതാക്കളോടും പ്രവർത്തകരോടും വീടാനന്തരം പോയി ജനങ്ങളുമായി ബന്ധപ്പെടാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മുടെ സംഘടന താഴെ തട്ടിൽ ശക്തമായി തുടരുന്നു എന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ അയൽപ്പക്കത്ത് ജാഗ്രത പാലിക്കുക. പുറത്തുനിന്നുള്ളവർ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പു നൽകുക. ഇതൊക്കെയാണ് മമതയുടെ കൽപ്പനകൾ. TMCക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ IPSുമായിട്ട് സഹകരിക്കാൻ മമത തന്റെ പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. IPS വലിയ പ്രാധാന്യം നൽകരുത് എന്ന് അവർ ആവശ്യപ്പെട്ടതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മഹാരാഷ്ട്ര, ഡൽഹി തിരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടിയതിനു ശേഷം ബംഗാൾ തിരഞ്ഞെടുപ്പിൽ TMCയെ നേരിടാൻ ഒരുങ്ങുന്ന പ്രധാന പ്രതിപക്ഷമായ BJPക്കെതിരെയും മമത രൂക്ഷമായിട്ട് ആക്രമണം അഴിച്ചുവിട്ടു തുടങ്ങി. മഹാരാഷ്ട്രയിലും ഡൽഹിയിലും BJPയുടെ വിജയത്തെ അപകീർത്തിപ്പെടുത്താൻ മമത അവിടെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചതായിട്ടാണ് ഇപ്പോൾ ആരോപണം നൽകിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുഗ്രഹത്തോടെ അവർ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിച്ചു. മഹാരാഷ്ട്രയിലെ പാർട്ടികൾക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ മഹാരാഷ്ട്രയിലും ഡൽഹിയിലും വിജയിച്ചത്. പക്ഷേ ഞങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് മമത അവകാശപ്പെടുന്നത്. മഹാരാഷ്ട്രയ്ക്കും ഡൽഹിക്കും ശേഷം ഇപ്പോൾ ബംഗാളിനെ ലക്ഷ്യമിടുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകും. ഒരിക്കൽ കൂടി ഖേല ഹോബേ. ഇത്തവണ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ ഞാൻ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് മമതയുടെ വാക്കുകൾ. വേദിയിൽ നിന്നുകൊണ്ട് ഒരു ലിസ്റ്റ് എടുത്ത് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു അതിൽ വ്യാജ വോട്ടർമാരുണ്ടെന്ന്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഉദാഹരണങ്ങൾ മമത കാണിക്കുകയും ചെയ്തു. ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള ആളുകളുടെ പേരുകൾ ഒരേ EPIC ഉള്ള ബംഗാൾ വോട്ടർമാരായിട്ട് ചേർത്തു. വ്യാജ വോട്ടർമാർ ഓൺലൈനിൽ പ്രദർശിച്ചിരുന്നു. ഇതാണ് മമത പ്രധാനമായിട്ടും ഉയർത്തി കാണിക്കുന്നത്. BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്ന് മമത ആരോപിച്ചു. കൂടാതെ ഇപ്പോൾ അവർ BJP ചിന്താഗതിക്കാരായ ആളുകളായതുകൊണ്ട് തന്നെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ സഹകരണ വകുപ്പിൽ സെക്രട്ടറി ആയിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയും മമത തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്.